അപ്പോ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ആ, നമ്മുടെ ഭരണസമിതി അധികാരമേറ്റിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. പറഞ്ഞു മനസ്സിലാവുണ്ടോ? പഴയ ഭരണസമിതിയെ പുകച്ചു പുറത്ത് ചാടിച്ചിട്ടാണ് നമ്മൾ അധികാരമേറ്റിട്ടുള്ളത്. അപ്പൊ നമുക്ക് പല തീരുമാനങ്ങളും ഇന്ന് എടുക്കേണ്ടതുണ്ട്. രാഘവന് പറഞ്ഞു മനസ്സിലാവുണ്ടോ? നമുക്ക് ആദ്യമായിട്ട് ഈ ബാങ്ക് ഒന്ന് ഉടച്ചു വാർക്കണം. പ്രസിഡന്റ്, അങ്ങനെയാണെങ്കിൽ ആ പണി എന്നെ ഏൽപ്പിക്കണം. ഞാനും എൻ്റെ പിള്ളേരും കൂടെ വന്ന് ഇതിനെ പൊളിച്ച് നന്നായിട്ട് വാർത്ത് കൈ തരാം. അതല്ല പറഞ്ഞത്, ബിൽഡിംഗ് പൊളിക്കണ കാര്യമല്ല. ഇതിന്റെ ഭരണസമിതിയുടെ നടപടികളൊക്കെ ഒന്ന് പുതുക്കി പണി. ഇനിയിപ്പോൾ പുതുക്കി പണിയാനാണെങ്കിലും അതിന് പറ്റിയ പിള്ളേർ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിന് വെളിയിൽ നിന്ന് ആളെ വിളിക്കണ്ട. നമ്മളൊക്കെ കൂടെ തന്നെ ഒരു ദിവസം ലുങ്കിയെ കൊടുത്ത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പണി ഇത് വാർത്ത് റെഡിയാക്കാം. മന്മഥൻ ഇപ്പൊ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത് നമുക്കിപ്പോ ചർച്ചയ്ക്ക് വെക്കണ്ട. നമുക്കിത് അവസാനം ഒരു 10 മിനിറ്റ് തരാം. മതി അല്ലേ രാഘവ? കൊടുക്കണം. 10 മിനിറ്റ് കൊടുക്കും. മതി, അവസാനം കുഴപ്പമില്ല. പിന്നെ ഞാൻ ഏത് സമയവും ഇവിടെ ഉണ്ടായും വരില്ല. ഞാൻ വളരെ തിരക്കുള്ളൊരു മനുഷ്യനാണ്. ഇപ്പൊ തന്നെ അറിയാലോ, ഞാൻ കരയോഗത്തിന്റെ പ്രസിഡന്റാണ്, അമ്പല കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പൊതുവായനശാലയുടെ രക്ഷാധികാരിയാണ്. ഇത്തരം തിരക്കുകളൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഒരു ചുമതല എന്നെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അടിച്ചേൽപ്പിച്ചെന്നോണ സെക്രട്ടറി, പുതിയ ആളായിട്ട് പറയാം. ഞങ്ങൾക്കെല്ലാം അറിയാം, ഇത് അടിച്ചേൽപ്പിച്ചൊന്നുമല്ല, ഇത് പിടിച്ചു മേടിച്ചതാ മനഃപൂർവ്വം. അല്ല, ഞാൻ തന്നെ പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരു പദവി എനിക്ക് തരാൻ. ഇല്ല, എല്ലാം എനിക്ക് തന്നെ വേണമെന്ന്. പിന്നെ ഞാനും വിചാരിച്ചു ആയിക്കോട്ടെ, ഈ എത്ര നാളായതൊക്കെ. അല്ല, ഇതിപ്പോ എല്ലാം ഒത്തൊരാളിൻ്റെ കയ്യിൽ തന്നെയാണ് ഇതെല്ലാം ഇരിക്കണേന്ന് പറയായിരുന്നു. കേട്ടോ സെക്രട്ടറി, ഇന്നലെ കൊച്ചുകുട്ടികളെല്ലാം കൂടി ബാലസംഘം ചേർന്നു. അപ്പോൾ അവിടെ പ്രസിഡന്റ് ആകാൻ വേണ്ടി മൂപ്പരി എന്ന്. കൊച്ചുകുട്ടികൾ പറഞ്ഞു വേണ്ട, തല നരച്ചിരിക്കുകയാണ്, അത് ഞങ്ങൾ തന്നെ ആയിക്കോളാം. പക്ഷെ അതിന്റെ രക്ഷാധികാരി അവരെന്നെയാണ് ആക്കിയത്. അപ്പൊ അവിടെ വലിഞ്ഞു കയറിയ പ്രസിഡന്റ്, നമുക്ക് ഈ ബാങ്കിനെ പഴയ പ്രതാപത്തിലേക്കും തിരിച്ചു കൊണ്ടുവരണ്ടേ? ഏത് പ്രതാപൻ? ഒരു പ്രതാപനെ ഇനി ഇവിടെ കൊണ്ടുവരണ്ട, ഇവിടെ ഉള്ളവര് മതി. റൗഡിയാ? ഏത് റൗഡി? പഴയ നിലയിൽ എത്തിക്കണ്ടേ? അതിനങ്ങനെ മാന്യമായ മലയാളത്തിൽ പറഞ്ഞാൽ പോരെ. അതല്ലേ പറഞ്ഞത്. അല്ല, അത് നമ്മൾ ബാങ്കിന്റെ ഭരണസമിതി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. സെക്രട്ടറിയും ബാങ്കിലെ മറ്റ് ജീവനക്കാരും കൂടി ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം. അത് വേണം. സെക്രട്ടറിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഭരണസമിതിയിലെ മറ്റുള്ള അംഗങ്ങൾ സംസാരിച്ച കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നന്നായി. ബാങ്കിനെ പഴയ പ്രതാപത്തിൽ എത്തിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് സ്വാതന്ത്ര്യം വേണം. അത് 1947 നമുക്ക് കിട്ടിയതല്ലേ പ്രസിഡന്റ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ബാങ്കിന്റെ എന്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങൾ എനിക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റണം. അല്ലാതെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ പുറത്തുനിന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ട് കാര്യങ്ങൾ അവതാളത്തിലാക്കിയാൽ എനിക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അത്തരം സന്ദർഭങ്ങളിൽ പ്രസിഡന്റ് ഇടപെട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ പറഞ്ഞത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. വെറുതെ നമ്മൾ മീറ്റിംഗ് കൂടിയിരുന്ന് ആവശ്യമില്ലാതെ വിടുക പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും നല്ല പദ്ധതികൾ ആവിഷ്കരിക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അങ്ങനത്തെ ഒരു 4 പദ്ധതി എൻ്റെ തലയ്ക്കകത്തുണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ പറയാം. അല്ല, അതിപ്പോ പറയണ്ട. ഇത് വളരെ ഗൗരവമായ വിഷയമാണല്ലോ. ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് സമയം തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതും കൂടി ചേർത്ത് പറയാം. അത് മതി. അതിപ്പോ 1 മണിക്കൂറായാലും കുഴപ്പമില്ല. അതെ. പിന്നെ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സെക്രട്ടറിക്ക് തന്റെ ജോലിയായിട്ട് മുന്നോട്ട് പോവാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരും. മതി, എനിക്ക് അത്രയും മതി. എന്നാ പിന്നെ നമുക്ക് പിരിയാം. അല്ല, എൻ്റെ 10 മിനിറ്റ് ഉണ്ടല്ലോ, കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പഞ്ചായത്തിലെ മെമ്പർമാരെ MLA ഒക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണല്ലോ. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളും ജനങ്ങളാൽ. അപ്പോൾ അവർക്ക് ശമ്പളമുണ്ട്, നമുക്ക് ശമ്പളം ഇല്ല. അപ്പോൾ നമ്മളിവിടെ മീറ്റിങ്ങിനെന്ന് പറഞ്ഞു വന്നിരുന്നു നമ്മളെ വിലപ്പെട്ട സമയങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു, തലപോയുന്നു, ആലോചിക്കുന്നു, പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്കും ഒരു 10,000-ഓ ഒരു 20,000-ഓ ശമ്പളമായിട്ട് വെച്ചൂടെ? അതെ, ഇത് മന്മഥൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം ആണ്. പക്ഷെ ഇപ്പൊ 10 മിനിറ്റാണല്ലോ സമയം തരുന്നത്. അതിൽ ഈ വിഷയം കൂടി സംസാരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് അടുത്ത മീറ്റിങ്ങില് നമ്മൾ മന്മഥൻ ഒരു 20 മിനിറ്റ് കൊടുക്കും. ഈ പറഞ്ഞ വിഷയങ്ങൾ മുഴുവൻ ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് മന്മഥൻ വരണം. നമുക്കത് ചർച്ചയ്ക്ക് വെക്കണം.
അല്ല പ്രസിഡന്റ്, അത് ശരിയാവില്ല. അടുത്ത മീറ്റിംഗിൽ 25 മിനിറ്റ് തരണം. 25 മിനിറ്റ് എടുത്തോട്ടോ അല്ലേ? എന്നാ പിന്നെ നമുക്ക് പിരിയാം. ശരി. അവസാനായിക്കണല്ലേ? അത് ഈറ്റാല് ഒരു സാധനം അമ്പക്ക് രണ്ടാ കൂടി ചെയ്തുകൂടെ വേണമെങ്കിൽ? നമുക്കാ അമ്പക്ക് രണ്ടാ കൂടെ വേണ്ട വേണ്ട, അന്ന് ശരിയാവില്ല. അതെ. പിന്നെ വീട്ടിലറിഞ്ഞ പ്രശ്നമാവും. എന്ത് പ്രശ്നവും? എന്റെ ഹസ്ബൻഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആണേ. അതാണ് കുഴപ്പമായത്. എനിക്ക് ഇങ്ങനത്തൊക്കെ ചെയ്യാൻ വലിയ പോലും, പക്ഷെ എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു താല്പര്യമില്ല. നേരത്തെ എത്തിയാ? എന്റെ വയ്യേ ഒന്നും പറയണ്ടെന്ന്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാൻ നേരത്ത് ഓരോ പ്രോബ്ലങ്ങള്. അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് വന്നപ്പോ ഒരു 5-10 മിനിറ്റ് വൈകിപ്പോയി. എന്ന് തന്നെയാണല്ലോ പറയണേ. ഞങ്ങള് നേരത്തെ വന്നപ്പോഴേ ടിക്ടോക്ക് ഇങ്ങനെ കണ്ടു കുത്തിരിക്കേനി. അതെ മൊയ്തു സാറേ, പുതിയ ഭരണസമിതിയെ മഹാ കോമഡിയാണ് ട്ടാ. ഒന്നും പറയണ്ട, വക്ക് പൊട്ടിയ ഒരു പ്രസിഡന്റും കുറെ കണാപ്പന്മാരും മെമ്പർമാരും. അത് കറക്റ്റ് ആയിട്ടോ. സുഗതൻ സാറല്ലേ പ്രസിഡന്റ്. 5 പൈസയുടെ വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. പിന്നെ മന്മഥൻ സാറ്, സുഗതൻ സാറിന്റെ അത്ര പോലും വിവരവും വിദ്യാഭ്യാസവും ഇല്ല, തലക്ക് വെളിവില്ല. അത് ഞാനൊരു കാര്യം ആലോചിക്കണേ, എത്ര ചുറുചുറുക്കുള്ള ചെക്കന്മാരുണ്ട് പാർട്ടിയിൽ. പിന്നെ എന്തിനീ വക്ക് പൊട്ടി ആൾക്കാരെ പിടിച്ചിട്ട് ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്? അതെ, ഇതേതായാലും മുങ്ങാൻ നിൽക്കുന്ന കപ്പലാണല്ലോ. അപ്പൊ ഇതുങ്ങളുടെ ശല്യം അവിടെ വേണ്ട, ഇവിടെ ഇത് ചർച്ച ചെയ്തോട്ടെ എന്ന് ഓർത്തണ്ട. ഇന്നലെ ഞാൻ മാറി നിന്നിട്ട് ചർച്ച ഒന്ന് കേട്ട് എന്റെ പൊന്നോ ചിരിച്ചിരിച്ച് മനുഷ്യന്റെ ഊപ്പാടളകി. 10 പൈസയുടെ വിവരമില്ല എന്ന് പറഞ്ഞതിന്. അതാണ്. പക്ഷെ നമ്മുടെ സെക്രട്ടറി സാറിന്റെ ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഇപ്പൊ തലകുത്തി മറച്ചു വെക്കുന്ന അടുത്ത് മുണുങ്ങിക്കാളുന്ന തലയിൽ ആൾതാമസമില്ലാന്ന്. അത് പുത്തനച്ചി പെരപ്പുറം തൂക്കണേന്ന്. ഇതങ്ങോട്ട് നന്നാക്കി കളയാന്നുള്ള ധാരണയാണ് പുള്ളിയുടെ. നമ്മളെന്തോരം ശ്രമിച്ച് വേറെ പണിയൊക്കെ അല്ല കേട്ടോ. എന്തിന്? നമ്മുടെ ശമ്പളത്തിനുള്ള വകുപ്പൊക്കെ ഇവിടെ ഉണ്ടാവും എത്ര കാലം കഴിഞ്ഞാലും. അതിന് സ്ഥാപനം ഉണ്ടാവുമോ? സ്ഥാപനം ഉണ്ടാവും. എത്തോതിന് കരുനാക്കോളെ ചൊല്ലും പറയാല്. അല്ല, ഞാൻ കാര്യമായിട്ട് അറിയാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കൊന്നും ഇരിക്കാനൊന്നും കസേരയൊന്നും ഇല്ലേ? ഉണ്ട് സാർ. ഇതൊരു ബാങ്ക് അല്ലേ, പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വന്ന് കണ്ട മോശമല്ലേ ഇതൊക്കെ? അല്ല സാർ, ഞാൻ ചിട്ടീനായിട്ടൊരു ഡിസ്കഷൻ നടത്തിയാണ് പുതിയ മണ്ടൂരെ കിട്ടാൻ. ഇത് അല്ല, മണ്ടൂരൊരു ഡിസ്കഷൻ നടത്തുന്നത് പുതിയ ചിട്ട കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അതെ, ആളുകളെ നേരിട്ട് കണ്ട് ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിന് എല്ലാവരും സജീവമായിട്ടൊന്ന് പ്രവർത്തിക്കണം കേട്ടോ. കാരണം നമ്മുടെ എന്താണ് അപ്പുറത്തായി പോയത്. മറിമായം